ജോസ്മോന്റെ ഗതി പാലായിൽ ഒരു MLA പോലും ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതും മാണി സി കാപ്പൻ കൊണ്ടുപോയി. അങ്ങനെ പാലായിൽ പൊട്ടിത്തകർന്ന ജോസ്മോൻ ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് MP ആയി ഇങ്ങനെ വിലസി നടന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ MP സ്ഥാനവും ഇപ്പോൾ പോകുന്ന ലക്ഷണമാണ്. അതുമില്ല, CPM അതും കൊടുക്കുന്നില്ല. അതിനു പകരം വേറെ എന്തെങ്കിലും തരുമോന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വല്ല അടയ്ക്ക കോർപ്പറേഷന്റെയോ ബാംബു കോർപ്പറേഷന്റെയോ വല്ല ഒരു ചെയർമാൻ സ്ഥാനം ചിലപ്പോൾ കിട്ടിയെങ്കിലായി. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് TVയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജോസുമോനെ ഇനി എന്നാ ചെയ്യും? അപ്പൻ എല്ലാ അടവുകളും പഠിപ്പിച്ചിട്ട് ഒരടവ് മാത്രം പറഞ്ഞു തന്നില്ല, അല്ലയോ? ആ പറഞ്ഞു തരാത്ത അടവ് ഏതാണെന്നറിയാമോ? പല രാഷ്ട്രീയ പാർട്ടികളിലും ചാടിച്ചാടിയൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു മുന്നണി നിൽക്കുമ്പോൾ അവരെ ഇങ്ങനെ ചൂണ്ടുവരലിട്ട് കറക്കി മുൾമുനയിൽ നിർത്തുന്ന ഒരടവുണ്ടായിരുന്നു KM മാണിയുടെ കയ്യിൽ. ആ അടവ് പഠിപ്പിച്ചു തന്നില്ലായോ? അതുകൊണ്ടാണ് ജോസുമോൻ ഇപ്പോൾ കിടന്ന് വെള്ളം കുടിക്കുന്നത്. കാരണം രാജ്യസഭാ അംഗത്വം എന്തായാലും കയ്യിൽ നിന്ന് പോയി. അതിനുശേഷം ലോകസഭയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പാർട്ടിക്ക് ലോകസഭയിലേക്ക് ഒരേ ഒരു തരി അങ്ങ് കോട്ടയത്ത് ഇലക്ഷൻ നിന്നിട്ടുണ്ട്. അത് 8 നിലയിൽ പൊട്ടുമെന്നാണ് പിന്നാമ്പുറം വാർത്തകളൊക്കെ കേൾക്കുന്നത്. എന്താണെങ്കിലും ശരി, ജോസുമോനെ ഗതി അധോഗതിയായെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങ് പാലായിൽ മാണി സി കാപ്പൻ നിന്ന വെപ്പിലല്ലയോ അങ്ങ് തോപ്പിച്ച് കളഞ്ഞ്. ആദ്യം അന്ന് ബാർക്കോഴയുടെ കേസൊക്കെ വന്നപ്പോ വീട്ടിൽ നോട്ടെണ്ണുന്ന മെഷീനുണ്ട്. ആ മെഷീനിൽ കോടിക്കണക്കിന് നോട്ടുകളാണ് എണ്ണിയത്. നെടുമ്പാശ്ശേരിയിൽ വെച്ച് പണം കൈമാറി, അതേപോലെ ആ കോട്ടയത്ത് കൈമാറി, പാലായിൽ കൈമാറി എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഒരുപാട് വന്നിട്ടും അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇപ്പോഴത്തെ ഭരണപക്ഷമേ താങ്കൾ കൂടെ നിൽക്കുന്ന ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ നിയമസഭയിൽ ആഞ്ഞടിച്ചു. നിയമസഭയിൽ ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. അതെല്ലാം ഉണ്ടാക്കി അന്ന് ബഡ്ജറ്റ് പോലും വായിക്കാൻ സമ്മതിക്കാതെ എന്തെല്ലാം പ്രഹസനങ്ങളായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ജോസ്മോനെ അപ്പന്റെ വിയോഗത്തെ തുടർന്ന് ഇങ്ങ് LDF എടുത്തു. ആ നോട്ടെണ്ണുന്ന മെഷീൻ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതിപ്പോ ഇപ്പുറത്തേക്ക് ഒന്ന് കൊടുത്തേക്കണേ. കാരണം ഇവിടെ ചില ആളുകൾക്ക് അത് ആവശ്യമുണ്ട് എന്നാണ് പിന്നാമ്പുറ വാർത്തകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ നോട്ടെണ്ണുന്ന മെഷീന് ഇനിയും ആവശ്യക്കാരേറെ കാണും. ജോസ്മോന്റെ ഗതി പാലായിൽ ഒരു MLA പോലും ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതും മാണി സി കാപ്പൻ കൊണ്ടുപോയി. അങ്ങനെ പാലായിൽ പൊട്ടിത്തകർന്ന ജോസ്മോൻ ഒരു രാജ്യസഭാ സീറ്റ് കൊണ്ട് MP ആയി ഇങ്ങനെ വിലസി നടന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ MP സ്ഥാനവും ഇപ്പോൾ പോകുന്ന ലക്ഷണമാണ്. അതുമില്ല, CPM അതും കൊടുക്കുന്നില്ല. അതിനു പകരം വേറെ എന്തെങ്കിലും തരുമോന്ന് ചോദിച്ചാൽ ഏതെങ്കിലും വല്ല അടയ്ക്ക കോർപ്പറേഷന്റെയോ ബാംബു കോർപ്പറേഷന്റെയോ വല്ല ഒരു ചെയർമാൻ സ്ഥാനം ചിലപ്പോൾ കിട്ടിയെങ്കിലായി. അതിലേ ഇനി പ്രതീക്ഷയുള്ളൂ. പക്ഷേ UDF ആരും വിളിക്കാതെ തന്നെ ജോസ്മോൻ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലുന്നു എന്നൊരു വാർത്തയുണ്ട്. എന്താണെങ്കിലും ജീവിക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, കോടികളൊക്കെ കയ്യിലുണ്ട് എന്നാണ് അതും പിന്നാമ്പുറ വാർത്തകളെ. വെറും കോടികളല്ല, ആയിരക്കണക്കിന് കോടികൾ പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഇൻട്രസ്റ്റ് പോലും വേണ്ട ഒരു 10 തലമുറയ്ക്ക് ജീവിക്കാൻ എന്നുമൊക്കെയാണ് ഈ പാണന്മാരിങ്ങനെ പാടി നടക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ശരി, എൻ്റെ ജോസ്മോനെ ഈ വരച്ചതെല്ലാം വെള്ളത്തിലായി പോയല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ടല്ലയോ? എന്താണെങ്കിലും പോയതങ്ങ് പോട്ടെന്നേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ചാഴിക്കാടനും കൂടെ പൊട്ടിപ്പിളർന്നാൽ ലോകസഭയിലേക്കും ഒരു സീറ്റില്ല. പിന്നെ MLA കാര്യം ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും അതിൻ്റെ കാര്യവും നമുക്ക് വളരെ വ്യക്തമായി അറിയാൻ പറ്റുന്നതാണ്. ഗോവിന്ദ എന്നല്ലാതൊന്നും പറയാനില്ല എന്നാണ് ചില ദോഷൈക ദൃക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നത്. അങ്ങനെ പറഞ്ഞു പരത്തിയത് കൊണ്ട് ജോസ്മോന് വിഷമിക്കുകയൊന്നും വേണ്ട. 0 ആണെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ നെടുന്തൂണായ KM മാണിയുടെ മകൻ എന്നുള്ള ആ ഒരു പരിരക്ഷയിൽ ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറി പിടിച്ചിങ്ങനെ നിൽക്കാം എന്നൊരു പ്രതീക്ഷ അങ്ങേക്കുണ്ട് എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. എന്തായാലും ആ പ്രതീക്ഷ കൈവിടേണ്ട. അങ്ങനെ ജോസ് കെ മാണി വെള്ളത്തിലുമല്ല കരയിലുമല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ കിടന്ന് നീന്തുകയാണ്. കൂടുള്ള ഏറ്റവും അടുത്ത നേതാക്കന്മാരല്ലാത്ത ചില ചെറിയ നേതാക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ പാർട്ടി മാറിയാലോ,
അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോയാലോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുന്നു എന്നുമാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നാടകം. എന്താണെങ്കിലും ജോസ്മോൻ വെള്ളത്തിലായി പുതിയ നാടകം, അല്ലെങ്കിൽ ജോസ്മോൻ കരയ്ക്കടുക്കുന്നില്ല, ഇതൊക്കെയാവണം ഇനിയുള്ള തലക്കെട്ടുകൾ. പത്രങ്ങളുടെയും ഓൺലൈൻ ചാനലുകളുടെയും അതേപോലെ TV ചാനലുകളുടെയും ഒക്കെ അങ്ങനെ ജോസ്മോനെ നടുക്കടലിലാക്കി CPM ഇങ്ങനെ സാഹൂതം മുമ്പോട്ട് പോകുന്നു. പിന്നാമ്പുറത്ത് നോക്കി നിന്ന UDF ചിരിക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം കാണണം ജോസ്മോനെ ഇനി.